നമുക്കൊരു രസം ഉണ്ടാക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പുളി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു. കുറച്ച് ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, കടുക്, പിന്നെ ഇന്ന് ഞാൻ ഗാർലിക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആൻഡ് ജീരകം, ഇതെല്ലാം കൂടി ചേർത്തിട്ടൊരു രസം ഉണ്ടാക്കാം. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സോ കടുക് പൊട്ടി, കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി, കറിവേപ്പില ഇതൊക്കെ കൂടി നമ്മൾ ഓക്കെ. സോ നന്നായിട്ട് സ്റ്റർ ചെയ്യണം. ഓക്കെ, സോ കുറച്ച് കുരുമുളകും പിന്നെ ജീരകം ഉണ്ട്, അത് ഞാൻ ചതച്ച് വെച്ചതാണ്. സോ അത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇടുക. ഓക്കെ, ഇതിന് നന്നായിട്ട് സ്റ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ പുളി സോക്ക് ചെയ്ത് വെച്ച പുളി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഓക്കെ, സോ ഞാൻ ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി കുറച്ച് വെള്ളവും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ. കല്ലുപ്പ് ഞാൻ പൊടിച്ച് വെച്ചു, അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാണ്. പിന്നെ തിളച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഉപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, രസം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊറിയൻഡറും കൂടെ ആഡ് ചെയ്യാം ഒരു ഫ്ലേവറിന്. ബാക്ക്ഗ്രൗണ്ട് എൻ്റെ മകൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അവന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കുക. സോ നോ വറീസ്. ഇതിനകത്ത് നമ്മൾ കൊറിയൻഡർ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതൊന്ന് തിളച്ച് വരുമ്പം ഓഫ് ചെയ്യാം. പിന്നെയും ചോറും രസവും പിന്നെ ഒരു മുട്ട ഓംലേറ്റും കൂടെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ രസം തിളച്ച് വരും, നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്, നല്ല സ്മെല്ലും. ഓക്കെ, അപ്പം ഞാനിത് ഓഫ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വിത്തൗട്ട് ഗാർലിക്, വിത്തൗട്ട് ടൊമാറ്റോ ഒരു രസം. ഓക്കെ, ബൈ.